ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന ആൻസി. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നൊരു സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ കേട്ടാലോ. ഞാൻ ജാനകി, ബാങ്കിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഭർത്താവ് ഡോക്ടറാണ്. ചേട്ടൻ ഒമാനിലാണ്. ഞാനും എൻ്റെ 2 പെൺകുട്ടികളും ഒരുമിച്ച് താമസിക്കുന്നു. കുട്ടികൾ ഒരാൾ 3ലും ഒരാൾ 5ലും പഠിക്കുന്നു. ചേട്ടൻ 6 വർഷമായി അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് 2 തവണ നാട്ടിൽ വന്നു. എൻ്റെ കല്യാണ സമയത്ത് ചേട്ടൻ എറണാകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെയാണ് വിദേശത്ത് പോയത്. ചേട്ടൻ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ തറവാട്ടിലായിരുന്നു. പിന്നെ ഞങ്ങളൊരു വീട് വെച്ചു. അവിടെ ചേട്ടൻ്റെ അമ്മയുമായി സഹകരിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് മാറിയതാണ്. ഇപ്പോൾ തറവാട്ടിൽ ചേട്ടൻ്റെ സഹോദരിയാണ് താമസിക്കുന്നത്. അവൾ ഭർത്താവുമായി പിരിഞ്ഞ് കുട്ടികളുമായി വീട്ടിൽ വന്നു. അവളുടെ ഭർത്താവ് മദ്യപാനം കൂടുതലാണ്. കുടിച്ച് വീട്ടിൽ വന്ന് അവളെയും കുട്ടിയെയും ഉപദ്രവിക്കും. അവൾ കുറേ സഹിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പപ്പയെ വിളിച്ചു പറഞ്ഞു. അതായത് എൻ്റെ അമ്മായിയപ്പൻ. പപ്പ അങ്ങോട്ട് ചെന്ന് അവനെ എടുത്തിട്ടലക്കി. അവളെയും പിള്ളേരെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പപ്പ ASI ആയി റിട്ടയർഡായി. ഇപ്പോൾ 2 വർഷമായി കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്നു. ഒരുപാട് സ്ഥലമുണ്ട്. അതിൽ പല കൃഷിയും ചെയ്യുന്നു. അവൾ ടീച്ചറാണ്. ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി ഇവിടുത്തെ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ നല്ല കൂട്ടുകാരെ പോലെയാണ്. അവൾ പറയും, നമ്മൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യണം, സ്വന്തമായി ഒരു വരുമാനം വേണം, അപ്പോഴേ ഒരു വിലയുള്ളൂ. അത് ശരിയാ സിന്ധു, ഞാനും പറയും. അവളുടെ പേര് സിന്ധു എന്നാണ്. എൻ്റെ ഭർത്താവ് സഹദേവൻ. ഇടയ്ക്ക് എൻ്റെ അമ്മായിയപ്പൻ ഞങ്ങളുടെ അടുത്ത് വരും. ക്ഷേമം അന്വേഷിക്കും. കൂടെ മമ്മിയും വരും. ഇപ്പോൾ മാറി താമസിച്ചതുകൊണ്ട് പിണക്കങ്ങളില്ല. മമ്മി ഇടയ്ക്ക് കുട്ടികളെ കാണാൻ വരും. കുട്ടികൾക്ക് പപ്പയെ വലിയ കാര്യമാണ്. പപ്പ ബുള്ളറ്റിലാണ് വരുന്നത്. അതിൽ കുട്ടികളെ കയറ്റി ഒന്ന് ചുറ്റിയടിക്കും. ഞാൻ ആഗ്രഹിക്കും, ചേട്ടൻ ഇവിടെ ആയിരുന്നേൽ എന്നെയും ഇതുപോലെ കൊണ്ടുപോയേനെ എന്ന്. എന്താ ചെയ്യുക? ഞാൻ ചേട്ടനോട് പറയും, ഇങ്ങോട്ട് വാ, ഇവിടെ ജോലി ചെയ്യാൻ. പക്ഷേ പുള്ളി പറയുന്നത് കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് വന്ന് ജോലി ചെയ്യുന്നുള്ളൂ. അവരെ പഠിപ്പിക്കണ്ടേ? അതിന് പണം വേണം. അതുകൊണ്ട് ഇപ്പോൾ നാട്ടിലേക്കില്ല. ഇതാണ് ചേട്ടൻ്റെ തീരുമാനം. പപ്പ വരുമ്പോൾ എന്നോടിടയ്ക്ക് പറയും, മോളെ അവനോടിടയ്ക്ക് വരാൻ പറ. ഞാൻ ചേട്ടൻ പറഞ്ഞത് പപ്പായോട് പറയും. പപ്പ എന്നെ നോക്കി ചിരിക്കും. അങ്ങനെ ഒരു ദിവസം സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ജാനകി, നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുക. ഈ പ്രായത്തിൽ അനുഭവിക്കേണ്ടത് ഇപ്പോൾ അനുഭവിക്കണം. അല്ലാണ്ട് മൂത്ത് നരച്ചിട്ടല്ല. അവനോടിടയ്ക്ക് വരാൻ പറയണം. ഞാൻ ചിരിച്ചു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എനിക്ക് 36 വയസ്സായി. എൻ്റെ യൗവനം നഷ്ടപ്പെടുന്നു. സുഖങ്ങൾ ഇപ്പോൾ അനുഭവിക്കേണ്ടത് രോഗങ്ങൾ വന്ന് കിടപ്പിലായിട്ട് മതിയോ? ഞാൻ ചിന്തിച്ചു. എൻ്റെ പുറകെ ബാങ്കിലുള്ള ചില ആണുങ്ങൾ എന്നെ വളയ്ക്കാൻ നോക്കുന്നുണ്ട്. ചില രാത്രികൾ എനിക്ക് വട്ടുപിടിക്കും. അവരെ വിളിച്ച് കയറ്റിയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇതുവരെ അങ്ങനെ ചെയ്തില്ല. ഒരു ദിവസം ഞാൻ കുട്ടികളെ വഴക്ക് പറയുമ്പോഴാണ് പപ്പ വരുന്നത്. അന്ന് കുട്ടികളുമായി പപ്പ പുറത്തൊക്കെ പോയി കറങ്ങി വന്നു. പപ്പ പോകാൻ നേരം എന്നോട് പറഞ്ഞു, എടി മോളെ, നിൻ്റെ വട്ടിന് നീ കുട്ടികളെ വെറുതെ ചീത്ത പറയരുത്. എന്നിട്ട് എന്നെ നോക്കി ചിരിച്ചിട്ട് പോയി. എനിക്ക് കാര്യം പിടികിട്ടി. ഒരാണിൻ്റെ കരുത്തറിയാൻ എൻ്റെ ശരീരം കൊതിക്കുന്നുണ്ട്. അതെൻ്റെ മനസ്സിനെ ബാധിച്ചു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം? ചേട്ടൻ ഇനി 1 വർഷം കൂടി കഴിഞ്ഞേ വരൂ. ഞാൻ ബാങ്കിലുള്ളവരോട് പോലും ചില സമയം ദേഷ്യപ്പെടും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മേരി ചേച്ചി എന്നോട് പറഞ്ഞു, ജാനകി, കെട്ടിയവൻ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന്. ഞാൻ മിക്ക രാത്രിയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പക്ഷേ ഉറങ്ങാൻ കഴിയുന്നില്ല. എഴുന്നേറ്റ് ഹാളിൽ വരും. സോഫയിൽ ചാരിക്കിടക്കും. ഉറക്കം വരില്ല. അവിടെ നിന്ന് എഴുന്നേൽക്കും. കുട്ടികളുടെ റൂമിൽ പോയി നോക്കും. അവർ കൂർക്കം വലിച്ചുറക്കമാണ്. വീണ്ടും എൻ്റെ റൂമിൽ വന്ന് കിടക്കും. പിന്നെ സ്വയം ആശ്വാസം കണ്ടെത്തും. പിന്നെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോകും. അങ്ങനെയാണ് മിക്കവാറും ദിവസവും.
ഒരു ദിവസം പപ്പ വന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങി തന്നു. അന്നും പപ്പ കുട്ടികളെയും കൊണ്ട് പുറത്തു പോയി. അന്ന് കാറും കൊണ്ടാണ് പപ്പ വന്നത്. അന്ന് സിന്ധുവിൻ്റെ കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അവരുമായി പപ്പ പുറത്തു പോയപ്പോൾ ഞാൻ കുളിക്കാൻ കയറി. ഒരു സ്ലീവ്ലെസ് നൈറ്റ് ധരിച്ചു. ഞാൻ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്. എൻ്റെ മുടി ഉണങ്ങാൻ ഒരു ടർക്കി ചുറ്റിയിട്ടുണ്ട്. പപ്പ അടുക്കളയിൽ വന്നു. അന്ന് ആദ്യമായി കാണുന്ന പോലെ എന്നെ പപ്പ നോക്കി. എൻ്റെ മുന്നഴകിലേക്കും വയറിൻ്റെ സൈഡിലേക്കും പിന്നഴകിലേക്കും നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഓ, വന്നിട്ടേ ഉള്ളൂ മോളെ, പപ്പ പറഞ്ഞു. ഞാനൊരു കട്ടൻ റെഡിയാക്കി പപ്പായുടെ അടുത്തേക്ക് നടന്നു. പപ്പ ഹാളിൽ കുട്ടികളുമായി തമാശ പറഞ്ഞ് ചിരിക്കുവാണ്. ഞാൻ പപ്പയുടെ അടുത്തേക്ക് ചെന്നു. പപ്പ ചായ നീട്ടുമ്പോൾ ഞാനൊന്ന് കുനിഞ്ഞു. പപ്പ എൻ്റെ നേർക്ക് നോട്ടം പായിച്ചു. ചായ വാങ്ങി. പപ്പ ചിരിച്ചു. ഞാനും പുഞ്ചിരിച്ചു. തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ വെറുതെ തിരിഞ്ഞ് കുട്ടികളെ നോക്കി. പപ്പ എൻ്റെ പിന്നിലാണ് നോക്കിയിരിക്കുന്നത്. പപ്പ നോക്കുന്നുണ്ടോ എന്നറിയാനാണ് ഞാൻ കുട്ടികളെ നോക്കിയത്. ഞാൻ നടക്കുമ്പോൾ അല്പം ഇളകിയാണ് നടക്കുന്നത്. അത് പപ്പ നോക്കുമെന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ എത്തുന്നതിന് മുമ്പ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അപ്പോഴും പപ്പ എന്നെ നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ അടുക്കളയിൽ വന്ന് എൻ്റെ പണി തുടങ്ങി. എന്നോട് പപ്പയ്ക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പപ്പ നല്ല ആരോഗ്യമുള്ള ആളാണ്. പൊക്കത്തിനൊത്ത വണ്ണവും നല്ല കട്ടി മീശയും. എന്നും പറമ്പിൽ പണി ചെയ്യുന്ന ആളായതുകൊണ്ട് കയ്യിൽ നല്ല തഴമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പപ്പ അടുക്കളയിൽ വന്നു. എന്നോട് കുറേ നേരം സംസാരിച്ചു. അപ്പോഴൊക്കെ പപ്പ എൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് നോക്കും. ഞാൻ തിരിയുമ്പോൾ എൻ്റെ പിന്നിലേക്ക് നോക്കും. പിന്നെ പപ്പ യാത്ര പറഞ്ഞു പോയി. പപ്പ പോയതിന് ശേഷം എനിക്ക് എന്തോ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. ഞാൻ ബാത്റൂമിൽ കയറി ഒന്ന് മുഖം കഴുകി. ഞാൻ പപ്പയെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോഴേക്കും എനിക്ക് ചങ്കെടുപ്പ് കൂടി. ഈശ്വര, എൻ്റെ ശരീരം പപ്പയെ ആഗ്രഹിക്കുന്നു. ഞാൻ തിരിച്ചറിഞ്ഞു. അന്നുറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞെട്ടി ഉണർന്നു. എൻ്റെ മുകളിൽ കിടന്ന് പപ്പ എൻ്റെ നെറുകയിൽ ചുംബിക്കുന്നു. ഞാൻ പപ്പയ്ക്ക് വഴങ്ങുന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ റൊമാൻസ്. ഇതൊക്കെയാണ് സ്വപ്നത്തിൽ ഞാൻ കണ്ടത്. സ്വപ്നമാണെങ്കിലും എനിക്ക് സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന് കിടന്നു. ഞാൻ പപ്പയെ ഓർത്തു. എനിക്കറിയാതെ ചിരി വന്നു. ഞാൻ പപ്പയെ വളയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞു. എന്നെ മമ്മി വിളിച്ചു പറഞ്ഞു, സിന്ധുവിനും കൊച്ചിനും പനിയാണ്, ആശുപത്രിയിലാണെന്ന്. ഞാൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഞാൻ കുട്ടികളെയും കൂട്ടി ഒരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ ജോലിക്ക് പോകുമ്പോൾ 2 വീലറിലാണ് പോകാറ്. പക്ഷേ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ഓട്ടോ പിടിച്ചു പോകാൻ പറഞ്ഞു. വൈകുന്നേരം കുട്ടികളുമായി 2 വീലറിൽ പോകേണ്ട, എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. ഞാൻ അതുകൊണ്ട് ഓട്ടോയ്ക്ക് പോയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പപ്പ മുഖം വീർപ്പിച്ചിരിപ്പുണ്ട്. പുള്ളി കുട്ടികളെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. സിന്ധുവും ഒരു കുട്ടിയും കട്ടിലിരിപ്പുണ്ട്. ഞാൻ സിന്ധുവിനോട് ചോദിച്ചു, മമ്മി എന്തിയെ? മമ്മി മരുന്നിന് ബില്ലടയ്ക്കാൻ പോയതാണ്. പപ്പ കുട്ടികളുമായി പുറത്തേക്കിറങ്ങി. ഞാൻ ചോദിച്ചു, എന്താടി പപ്പയ്ക്ക് ഇന്ന് ഗൗരവം? ആ ഇടി ജാനകി, കുറച്ചു മുമ്പ് മമ്മിയും പപ്പയും വലിയ ഉടക്കായിരുന്നു. ഞാൻ അവളെ നോക്കി. എടി, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഞാൻ ചോദിച്ചു. അവൾ ചിരിച്ചു. എന്നിട്ട് എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, എടി, പപ്പയ്ക്ക് ഗോപാലൻ ചേട്ടൻ്റെ ഭാര്യയില്ലേ, തങ്കമണി ചേച്ചി, ആ ചേച്ചിയുമായി അവിഹിതം. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. ഞാൻ അവളെ നോക്കി ചിരിച്ചു. സിന്ധു പറഞ്ഞു, എടി, റൂം ആയതുകൊണ്ട് ഞാൻ നാണം കെട്ടില്ല, വാർഡ് വല്ലതും ആയിരുന്നേൽ എന്താ അവസ്ഥ? അവൾ എന്നെ നോക്കി പറഞ്ഞു. ഞാൻ പുഞ്ചിരിച്ചു. അപ്പോഴേക്കും മമ്മി വന്നു. മമ്മിയും ഗൗരവമാണ്. അവിടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. പപ്പ അങ്ങോട്ട് വന്ന് സിന്ധുവിനോട് പറഞ്ഞു, എടി മോളെ, ഞാൻ പോകുക. ഞാൻ പപ്പയോട് പറഞ്ഞു, എന്നാൽ ഞങ്ങളെ വീട്ടിലേക്ക് വിടു പപ്പ. പപ്പ സമ്മതിച്ചു. മമ്മി സിന്ധുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. അവളുടെ ഒരു കുട്ടി അവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചതാണ് ഞങ്ങളുടെ കൂടെ പോരാൻ. സിന്ധു പറഞ്ഞു,
ജാനകി അവൻ വരില്ലടി, ഇവന്മാരെവിടെയെങ്കിലും പോകുന്നുണ്ടേ രണ്ടും ഒന്നിച്ചേ പോകും. അങ്ങനെ അവിടെ നിന്നിറങ്ങി പോരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ പപ്പയോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ പപ്പ മുഖത്തൊരു ഗൗരവം? പപ്പ പുഞ്ചിരിച്ചു, ഒന്നുമില്ല, അത് വെറുതെ. സിന്ധു പറഞ്ഞല്ലോ അവിടെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് വഴക്കായിരുന്നെന്ന്. പപ്പ എന്നെ നോക്കി. എന്താ പപ്പ പ്രശ്നം? ഞാൻ ചോദിച്ചു. ജാനകി, അവൾക്ക് സംശയം, അല്ലാതെന്താ? ഞാൻ ചിരിച്ചു. എന്ത് സംശയമാണ് പപ്പ? ഞാൻ ചോദിച്ചു. പപ്പ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാനൊരു നമ്പർ ഇട്ട് നോക്കി. പപ്പ, ഞാൻ പതുക്കെ വിളിച്ചു. എന്നാടി? പപ്പ എന്നെ നോക്കി. പപ്പയ്ക്ക് വല്ല രഹസ്യബന്ധം വല്ലതും ഉണ്ടോ? കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡ് കഴിക്കുവാണ്. ഞാൻ പപ്പയെ നോക്കി. ഇല്ലടി പെണ്ണേ, പപ്പ പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു. ഞാൻ ശൃംഗാരഭാവത്തിൽ ചിരിച്ചു. അല്ല പപ്പ, പപ്പയെ മമ്മി വെറുതെ അങ്ങനെ സംശയിക്കുമോ? പപ്പ എന്നെ ഒന്ന് നോക്കി. എന്തെങ്കിലും കാര്യം കാണില്ലേ പപ്പ? പപ്പ കുട്ടികളെ നോക്കി. എടി, അത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞു തരാം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പറഞ്ഞു തരണം? പറഞ്ഞു തരാടി, നിൻ്റെ സംശയം തീർത്തു തരാം. പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് മതി പപ്പ, എനിക്ക് തീർത്തു തരണം. അതും പറഞ്ഞ് ഞാൻ പപ്പയെ നോക്കി. അപ്പോഴും എൻ്റെ ഹൃദയമിടിപ്പ് കൂടി തുടങ്ങി. പപ്പ എൻ്റെ കഴുത്തിലേക്ക് മറ്റുമാണ് നോക്കുന്നത്. ആകെ ഒരു വശപ്പിശക് ഭാവമാണ് പപ്പയുടെ മുഖത്ത്. ഞാൻ പപ്പ എന്ന് പയ്യെ വിളിച്ചു. പപ്പ ചിരിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാൻ പപ്പയോട് പറഞ്ഞു, ഇനി രാവിലെ പോയാൽ പോരെ? പപ്പ എന്നെ നോക്കി ചിരിച്ചു. പപ്പ ഇരിക്ക്, ഞാൻ പറഞ്ഞു. കുട്ടികൾ ഉറക്കം തൂങ്ങി തുടങ്ങി. ജാനകി, പിള്ളേർക്ക് ഉറക്കം വന്നു, നീ ഇവർക്ക് കിടക്കാനുള്ള സെറ്റപ്പ് ചെയ്യ്. ശരി പപ്പ. പപ്പ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പോൾ വരാം. പപ്പയുടെ ഒപ്പം കുട്ടികൾ സോഫയിലിരുന്നു. ഞാൻ എൻ്റെ റൂമിൽ പോയി സാരി അഴിച്ചു. ഞാൻ കണ്ണാടിയിൽ നോക്കി. ബ്ലൗസിലും പാവാടയിലും നിൽക്കുന്ന കണ്ണാടിയിലുള്ള എൻ്റെ പ്രതിബിംബത്തെ ഞാൻ നോക്കി നിന്നു. ഏതൊരാണിൻ്റെയും മനസ്സിൽ ഇളക്കം തട്ടാനുള്ള അംഗലാവണ്യവും ഉടലഴകും എനിക്കിപ്പോഴുമുണ്ട്. അതിലെനിക്ക് സ്വയം അഭിമാനം തോന്നി. ഞാൻ പപ്പയെ കൊതിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒന്നെങ്കിൽ പപ്പ ഇന്നെന്നെ തേടി വരണം, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണം. പപ്പയുടെ കരുത്തറിയാൻ എൻ്റെ മനസ്സും ശരീരവും കൊതിച്ചു. എനിക്ക് ചങ്കിടിപ്പ് കൂടി. ഞാൻ എല്ലാം ഊരി മാറ്റി. എന്നിട്ട് എൻ്റെ ഓറഞ്ച് കളർ സ്ലീവ്ലെസ് നൈറ്റി എടുത്തിട്ടു. ആ കളർ തിരഞ്ഞെടുക്കാൻ കാരണം അതിടുമ്പോൾ എന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി. ഹോ, എൻ്റെ അംഗലാവണ്യം എടുത്തു കാണിച്ചു. ഇത് കണ്ടാൽ പപ്പ എന്നെ കയറി പിടിക്കും, ഉറപ്പ്. എനിക്കുള്ളിൽ ചിരി വന്നു. ഞാൻ മുടി അഴിച്ചെൻ്റെ മുന്നിലേക്കിട്ടു. എന്നിട്ട് ഞാൻ ഉടുത്തിരുന്ന ഡ്രസ്സെടുത്ത് ഹാളിലേക്ക് വന്നു. പപ്പ എന്നെ നോക്കി. ഞാൻ വശീകരിക്കുന്ന രീതിയിൽ ഒരു കണ്ണേറ് പാസ്സാക്കി. ഞാൻ കുട്ടികളെയും വിളിച്ച് അവരുടെ റൂമിലേക്ക് പോയി. കുട്ടികൾ ഡ്രസ്സ് മാറി അവർ കയറി കിടന്നു. മമ്മി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഞാനും പറഞ്ഞു. അവരുടെ ഡ്രസ്സെടുത്ത് ഞാൻ ഹാളിലേക്ക് വന്നു. പപ്പ, അല്പം പണിയുണ്ട്, ഇപ്പോൾ വരാം. എൻ്റെ ഡ്രസ്സും കുട്ടികളുടെ ഡ്രസ്സും ഞാൻ സോപ്പ് വെള്ളത്തിലിട്ടു. ഞാൻ അടുക്കളയിൽ വരുമ്പോൾ പപ്പ അവിടെയുണ്ട് എന്നെ നോക്കി. പപ്പയ്ക്ക് കിടക്കേണ്ടതല്ലേ? ഞാൻ ചോദിച്ചു. പപ്പ എന്നെ മൊത്തത്തിൽ നോക്കി ചിരിച്ചു. ആ, കിടക്കണം. ഞാൻ അടുക്കള വാതിലടച്ചു. പപ്പ എൻ്റെ പിന്നിൽ നോക്കി നിൽക്കുവാണ്. ഞാൻ വാതിലടയ്ക്കുമ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, ഇങ്ങനെ നോക്കല്ലേ, ഇനി ഇതിൻ്റെ പേരിലായിരിക്കും മമ്മി സംശയിക്കുന്നത്. എന്നിട്ട് ഞാൻ ചിരിച്ചു. അവൾ സംശയിക്കട്ടെ മോളെ, അവളെ ഞാൻ 10-16 വർഷമായി തൊടാറില്ല. ഞാൻ പപ്പയെ നോക്കി. എടി മോളെ, എന്നും കുറ്റം മാത്രം പറയുന്ന അവളോട് എന്തെങ്കിലും സ്നേഹം തോന്നുമോ? ഇല്ലെന്ന് ഞാൻ തലയാട്ടി. അതുകൊണ്ടാണ് മോളെ ഞാൻ ഇങ്ങനെയൊക്കെ. എനിക്ക് വേറെ പല സ്ത്രീകളുമായി ബന്ധമുണ്ട്. പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പപ്പയെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ പപ്പയ്ക്ക് പുറകെ ഹാളിലേക്ക് നടന്നു. ആ സമയം അടുക്കളയിലുള്ള ലൈറ്റ് ഓഫ് ചെയ്തു ഹാളിൽ വന്നു. ഞാൻ പപ്പയോട് ചോദിച്ചു, അപ്പോൾ പപ്പയ്ക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലേ? ഉണ്ട്. ആ ബന്ധത്തിൽ കുട്ടികളുണ്ടോ പപ്പ? ഞാൻ തമാശ പോലെ പറഞ്ഞു. പപ്പ എന്നെ നോക്കി ഒരു വഷളൻ ചിരി ചിരിച്ചു. ഇല്ലടി, കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ ഞങ്ങൾ എടുക്കും. പപ്പ പറഞ്ഞു ചിരിച്ചു.
അത് നല്ലതാണ്. അതും പറഞ്ഞ് ഞാൻ റൂമിൽ പോയി പപ്പയ്ക്ക് ഉടുക്കാൻ ചേട്ടൻ്റെ ഒരു മുണ്ട് കൊണ്ടുവന്ന് കൊടുത്തു. പപ്പ ഇന്നിനി പോകണ്ട. ഞാനൊരു റൂം കാണിച്ചിട്ട് പറഞ്ഞു, ആ മുറിയിൽ കിടന്നു. പപ്പ എന്നെ ഒന്ന് നോക്കി. ആ നോട്ടം കാണുമ്പോൾ അറിയാം പപ്പ എന്നെ ആഗ്രഹിച്ചെന്ന്. പപ്പ ആ മുറിയിലേക്ക് കയറി ഡ്രസ്സ് മാറി തുടങ്ങി. ഞാൻ വാതിക്കൽ ചെന്ന് നോക്കി നിന്നു. പപ്പ ഞാൻ കൊടുത്ത മുണ്ടുടുത്ത് നിന്നു. ഷർട്ടില്ല. പപ്പയുടെ നെഞ്ചിൽ മസിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ അടിവയറ്റിൽ ഒരു തരിപ്പ് കയറി വന്നു. ഞാൻ പപ്പയൊന്ന് ഇളക്കാൻ പറഞ്ഞു. പപ്പ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയില്ലല്ലോ അല്ലേ? പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് മോളെ. ആ പേടിയുണ്ടെങ്കിൽ ബന്ധങ്ങൾ ഒരുപാടുണ്ടല്ലോ, അവരെ ഓർത്ത് കിടന്നു. ഞാൻ കട്ടിൽപ്പടിയിൽ ചാരി നിന്ന് കൈ കെട്ടി നിന്നാണ് പറഞ്ഞത്. പപ്പ എന്നെ ചൂഴ്ന്നു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഓർക്കുന്നത് ഇവരെ ആരെയുമല്ല. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെയാണെന്ന്. പക്ഷേ അതറിയാത്ത മട്ടിൽ ഞാൻ ചോദിച്ചു, അതാരാ പപ്പ? പുള്ളി എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അവളൊരു സുന്ദരി പെണ്ണാണ്. ഞാൻ എൻ്റെ മുടി പുറകിൽ ചുറ്റിക്കെട്ടി. ഞാൻ കൈ പൊക്കി മുടി കെട്ടിയപ്പോൾ പപ്പ എന്നെ ആകെ അടിമുടി ഒന്ന് നോക്കി വെള്ളം ഇറക്കി. ഞാൻ ചോദിച്ചു, അവൾ അത്രയ്ക്ക് സുന്ദരിയാണോ, ചരക്കാണോ പപ്പ? ആണോന്നോ? അവളെ ആദ്യം കണ്ടപ്പോൾ മുതൽ കൊതിച്ചതാ മോളെ. പപ്പ എന്നെ നോക്കി ചുണ്ട് നനച്ചു. എന്നിട്ട് പറഞ്ഞു, എടി അവളുടെ മൂക്കും ചുണ്ടും കാണാൻ നല്ല ഭംഗിയാണ്. ബാക്കി കൊള്ളില്ലേ പപ്പ? എനിക്ക് ചങ്കിടിപ്പ് കൂടി. കൊള്ളാടി, അവളുടെ എല്ലാം കൊള്ളാം, സൂപ്പറാണ്. അവൾക്ക് ഭർത്താവില്ലേ? ഉണ്ട് മോളെ, അവനൊരു പോഴനാ. ഇത്രയും സുന്ദരി പെണ്ണിനെ ഇവിടെ ഇട്ടിട്ട് അവൻ വിദേശത്ത് ജോലി നോക്കുക. കഷ്ടമല്ലേ പപ്പ? അവൾക്ക് കുട്ടികളുണ്ടോ? ഉണ്ടടി, 2 കുഞ്ഞി കാന്താരികൾ. ഞാൻ കട്ടിലേക്ക് നോക്കി പറഞ്ഞു, അവളെ കിട്ടിയ പപ്പ ഈ കട്ടിലിൽ കൂടെ കിടത്തുമോ? കിടത്തുമെന്നോ? തീർച്ചയായും. പിന്നെ അവൾ എന്നെ വിട്ട് പോകില്ല. ഞാൻ പപ്പയെ നോക്കി തിരിഞ്ഞ് ഹാളിലേക്ക് വന്നു. ഇനി ഒന്നും നോക്കുന്നില്ല, പപ്പയുടെ കൂടെ കിടന്ന് സുഖിക്കുക. പപ്പ പോകുമ്പോൾ പുറത്ത് ആരും അറിയില്ല. നല്ല ആരോഗ്യമുള്ള ആൾ. ഇനി എനിക്ക് എൻ്റെ അമ്മായിയപ്പം മതി. ഞാൻ തീരുമാനിച്ചു. ലൈറ്റെല്ലാം ഓഫ് ചെയ്തു പപ്പയുടെ മുറിയിലേക്ക് ചെന്നു. എന്നെ കണ്ട് പപ്പ ചിരിച്ചു. ഞാൻ പറഞ്ഞു, പപ്പ, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. എന്നെ ഒരാൾ ഉപദ്രവിക്കുന്നത്. എനിക്ക് പേടിയാണ്. പേടിയാണേ മോൾ ഒറ്റയ്ക്ക് കിടക്കണ്ട, ഇവിടെ കിടന്നു. ഞാൻ അലമാരിയിൽ നിന്നൊരു പുതപ്പെടുത്തു. പപ്പ പറഞ്ഞു, ഒരു പുതപ്പ് മതി മോളെ. ഞാൻ പുള്ളിയെ നോക്കി ചിരിച്ചു. ഞാൻ ലൈറ്റ് കിടത്തി കട്ടിലിൽ കിടന്നു. ഞാൻ പപ്പയോട് പറഞ്ഞു, ഞാൻ പപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് കിടന്നോട്ടെ? കിടന്നോടി മോളെ. പുള്ളി എന്നെ പരമാവധി ചേർത്ത് കിടത്തി. പപ്പ, എന്നാടി പെണ്ണെ? പപ്പ എൻ്റെ പുറം കടിക്കുന്നുണ്ട്. എന്തോ പ്രാണിയാണെന്ന് തോന്നുന്നു. ഒന്ന് മാന്താമോ? എനിക്ക് കൈ എത്തില്ല. ഓ, മാന്താടി പെണ്ണെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊരു പോർഷനാണ്. അത് നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അത് ഞാൻ ഈ നവംബർ 30-ന് മുമ്പ്, 30-നോ അതിന് മുമ്പായിട്ടോ നോക്കാം. ഉറപ്പായിട്ടും ഇടാം കേട്ടോ. ഇപ്പം എനിക്ക് എക്സാംസ് ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.